ഇന്ന് പതിവ് പോലെ നേരത്തേലും കുറച്ചധികം നേരത്തെ ഞാൻ എണീച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് റിയാസ്ക്കാക്ക് ജോബിൽ കുറച്ച് നേരത്തെ പോകാനുണ്ട്. അപ്പോൾ ആയുഷിൻ്റെ ഫുൾ കാര്യങ്ങളും ഞാനാണ് ഏറ്റെടുത്തത്. റിയാസ്ക്ക ഉണ്ടാകുമ്പോൾ അവിടെ ഒട്ടുമിക്ക കാര്യങ്ങളും റിയാസ്ക്കാണ് നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നേരത്തെ എണീക്കണം, അവളെ വണ്ടിക്ക് കൊണ്ടാക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 5:30 ആകുമ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കാര്യമായിട്ട് ആയുഷിനുള്ള ടിഫിനിലേക്കുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കുള്ളത് ഞാൻ അവളെ സ്കൂളിലൊക്കെ പറഞ്ഞയപ്പിച്ച് സാവധാനം ചൂടോടുക്കാണ് ഞാൻ കഴിക്കാറ്. അവളെ ലഞ്ചില്ല, 1:30 ക്ലാസ് കഴിയും. ടിഫിനിലേക്ക് വരേണ്ടി വരിക സ്നാക്സിൻ്റെ ടൈമിൽ ഇവർ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുക. സ്കൂളിൽ മെയിനായിട്ട് കഴിയുന്നതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാനാണ് ടീച്ചേഴ്സൊക്കെ നമ്മോട് പറയാറ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവൾക്ക് മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് മുരിയിച്ചിട്ടാണ് ഞാൻ എടുത്തതും. രാവിലെ നേരത്തെ എണീച്ചപ്പോൾ ആകെ ഒരു അന്താളിപ്പായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് നിന്ന ആളാണ്. പിന്നെ അങ്ങോട്ട് ഷടപടി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ദോശയൊക്കെ ചുട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേഗം ആളെ ടിഫിന് കെട്ടാമെന്ന് വിചാരിച്ചു. അത് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെയിൻ പാർട്ട് അവിടെ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾക്ക് വെക്കാൻ മറന്നു പോകും എനിക്ക് ചില സമയത്ത്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് സെറ്റ് ചെയ്യാറാണ്. അപ്പോൾ പിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവൾക്ക് എത്ര എണ്ണം എടുത്തിക്കണമെന്ന് അറിയില്ല, അവർക്ക് കഴിക്കാനും സുഖമായിരിക്കും. ടിഫിനൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വേഗം തന്നെ കിറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിൽ നാപ്റ്റിയും വാട്ടർ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വേഗം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരമൊക്കെ വെളുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് ദോശ ആയതുകൊണ്ടാണ് ഇത്ര നേരത്തെ പണി കഴിഞ്ഞ്. വേറെ ഏതെങ്കിലും ചപ്പാത്തിയോ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുറച്ചധികം ലേറ്റ് ആവും. അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് തിളച്ച് സെറ്റാക്കി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ റിയാസ്ക്ക വാങ്ങിക്കൊണ്ടാന്ന് അങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പ് പോകണമെങ്കിൽ ആ ഒരു സമയത്തിനോടടുത്ത് തണുപ്പ് പോകണമെങ്കിൽ ഇപ്പോഴേ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ നമുക്കത് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ അതൊക്കെ സെറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ച് ഞാൻ നേരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് വെളിച്ചമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അങ്ങോട്ട് കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടി നിന്ന്. അതിന് ആയുഷിനെ വിളിച്ച് നേരെ ഞാൻ ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പൊന്നു എണ്ണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നുവിന് മെയിനായിട്ട് അവിടുത്തെ ആരെങ്കിലും കിടക്കണം. ആ ഒരു ചൂട് പറ്റി അവൾക്ക് കിടക്കുമ്പോഴേ അവൾ കുറച്ച് നേരം അങ്ങനെ കിടക്കുള്ളൂ. ഞാനും ഒന്നാമത് എണ്ണിച്ച് പോയി. പിന്നെ കുറച്ച് നേരം ആയുഷ് കിടന്നല്ലോ. ആയുഷിനെ എടുത്തപ്പോൾ അവൾ വേഗം എണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ നല്ല കരച്ചിലാണ്. ഇന്ന് മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. അവൾ ഇന്നത്തേക്ക് ജനിച്ചിട്ട് 1 വർഷം തികയാണ്. അപ്പോൾ ആയുഷിനെ ഞാൻ വേഗം കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ നല്ല വിറയ്ക്കുന്നുണ്ട്, തണുപ്പൊക്കെ ആണല്ലോ. അപ്പോൾ അവൾക്ക് കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. ആ മൂടി പൊതിച്ചിട്ട് അവൾക്ക് ഇരുന്നാൽ കുറച്ച് സമാധാനം കിട്ടും. അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ട പുഴുങ്ങിയാണ്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ മുട്ട മാത്രമേ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ദോശയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഓക്കൊന്നും വേണ്ടാന്ന് പറയണേ. അതിൻ്റെ ഇടയിൽ ടർക്കി മേത്തുനിന്ന് മാറിയതിൻ്റെ ശേഷം അതങ്ങനെ ആക്കുമ്മ എന്ന് പറഞ്ഞാണ്ട് കുറച്ച് ബഹളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാൽ അധികം അലമ്പാവുന്നതാണ്. പക്ഷേ എന്തോ അവൾ എനിക്ക് എൻ്റേതിനായിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് അവൾ വഴങ്ങി തന്നപ്പോൾ എനിക്കിന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ഈ ഫുഡ് കൊടുക്കണ പരിപാടിയൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. കാരണം 2 മാനേജ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഈ സമയത്ത് തന്നെയാണ് പൊന്നു ഉണ്ണിക്കാറ്. അപ്പോൾ റിയാസ്ക്കാണ് അവളെ ഫുഡ് കൊടുക്കണ കാര്യങ്ങളിലൊക്കെ ഏറ്റെടുത്തത്. അപ്പോൾ റിയാസ്ക്ക ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അധികം കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ അവളെ മെയിനായിട്ട് അവളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഈ ഫുഡ് കൊടുക്കുന്നതിലാണ്. അപ്പോൾ വേഗം തന്നെ അവളെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവളെ ഡ്രസ്സ് യൂണിഫോം മാറ്റാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയിലൊക്കെ പൊന്നു നല്ല വാശികരിച്ചിലൊക്കെ ആണ്. എന്നാലും വേണ്ടിയില്ല, അവളെ കുറച്ച് കരഞ്ഞാലും നമുക്ക് മെയിനായിട്ടുള്ള കാര്യം സ്കൂളിൽ പറഞ്ഞയപ്പിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ഇല്ലാണ്ടായിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. അവളെ വേഗം തന്നെ മാറ്റി ഞാൻ പുറപ്പെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊന്നുന്നയിൽ ഞാൻ അധികം കണ്ണ് എഴുതി കൊടുക്കാറില്ല. ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ആകെ കുറച്ച് സമയം മാത്രമേ ഞാൻ കണ്ണ് എഴുതി കൊടുക്കാറുള്ളൂ. അതിനു വേണ്ടി ആയുഷിന് ഞാൻ നല്ലോണം എഴുതി കൊടുക്കും. ആയുഷിന് ഫേസിന് അത് നല്ല സ്യൂട്ടാവാറും ചെയ്യാറുണ്ട്. പൊന്നുവിന് അത് അത്ര ഭംഗി കൊടുക്കാറില്ല. ഞാൻ വേഗം തന്നെ അവൾക്ക് പിരികൊക്കെ എഴുതി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ഓക്കെ. ഈ പൗഡറൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. അവൾ ഒട്ടുമിക്ക സമ്മതിക്കാത്തൊരു സംഭവമാണ്. പതിവിലും നേരത്തെ എണ്ണിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സാരമില്ല എന്നുള്ളൊരു രീതിയിൽ അവളെ ഞാൻ എങ്ങനെയൊക്കെ മൈൻഡൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്.
ഞാൻ ചെറുതാവുമ്പോഴും എൻ്റെ അനിയത്തി ചെറുതാവുമ്പോഴും ഇപ്പോൾ എൻ്റെ മോൾക്കും ഞാൻ ആ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ കുറച്ച് നേരത്തെ നമ്മളെ പരിപാടികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലും നല്ലൊരു മഴയൊക്കെ പെയ്ത് നമ്മളെ മാനൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് പിന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചധികം നടക്കാനുണ്ട്, കാരണം മെയിൻ റോട്ടുമ്മിലേക്ക് വണ്ടി വരുള്ളൂ. എല്ലാം സമയത്തിൻ്റെ കുറച്ച് പരിമിതികൾ മൂലമാണ് എല്ലാ ദിവസവും അവളെ അപ്പൻ്റെ കൂടെയാണ് പോവാറ്. രാവിലെ ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടി ഇങ്ങനെ പോണത്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. അത് അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ വന്ന് അവൾ കയറി പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നൂന് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഉറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം അവൾ നേരത്തെ എണീച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ എന്താ ഒരു ചീച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കിടക്കുന്നത് നിങ്ങൾ നോക്കണ്ട, വെറും 10 മിനിറ്റേ അവൾ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ അവളെ കിടത്തി ഉറക്കി എനിക്കുള്ള ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആയുഷ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഫ്രീ പീരീഡേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കാരണം എനിക്ക് കുറച്ചധികം പണി ഉണ്ടായിരുന്നു. കുറച്ചധികം തിരുമ്പാനും ഒക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടികളിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആയുഷൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനത്തിലാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. തിരക്ക് പിടിച്ചാണ്ട് ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇന്നലെ വെച്ച ഒരു ഈസ്റ്റ് കറിയും ചായയുമാണ് ഇന്നത്തെ ഫുഡായിട്ട് ഞാൻ കഴിക്കുന്നത്. ഞാൻ വിചാരിച്ച വലിയ കോമ്പിനേഷൻ ഉണ്ടാവില്ലാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ പൊന്നൊക്കെ എണ്ണീച്ച് നല്ല അവിടെ കരിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മക്കളുള്ള അമ്മമാർക്ക് ഒരു സമാധാനത്തിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് അവർ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വലുതായാൽ നമുക്ക് കുറച്ചും കൂടിയും സമാധാനമായിട്ട് ഫുഡ് കഴിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ പൊന്നൂനെ പാലൊക്കെ കൊടുത്ത് ഞാൻ ഓളെ പിന്നെയും ഒന്ന് ഉറക്കിയിട്ടുണ്ട്. എന്നാലേ എനിക്ക് എൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. രാവിലെ കുക്ക് ചെയ്ത പാത്രം, ഞാൻ കഴിച്ച പാത്രം സിങ്കിൽ അങ്ങനെ തന്നെ കിടക്കായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂച്ചക്കുട്ടികളെ പോലെ ഉറങ്ങുന്ന മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പാത്രങ്ങളുടെ സൗണ്ട് കേൾപ്പിക്കാതെ മെല്ലെ മെല്ലെ ആയിരിക്കും പണിയെടുക്കുക. അതിലൊരാളാണ് ഞാൻ. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് എണ്ണിക്കുക, എപ്പോഴത്തേക്കും എൻ്റെ പണി കഴിയോ എന്നുള്ള ചിന്ത മാത്രം എൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ അരി കഴുകി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടി അങ്ങനെ പോകണമല്ലോ. അപ്പോൾ ഇനി ബാക്കി പരിപാടിയായി തിരുമ്പാൻ ഞാൻ ഇനി മെഷീനിൽ കൊണ്ടുപോയിടണം. അത് ഉണക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ ഞാൻ ഫ്രീസറിന് രാവിലെ നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ട് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ആ തണുപ്പൊക്കെ ഏകദേശം വിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മീൻ ഇപ്പോൾ എടുത്ത് ബാക്കിയൊക്കെ ഞാൻ ബോക്സിലേക്കാക്കി കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നേരെ ഫ്രീസറിലേക്ക് വെക്കാണ്. അതാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം മീൻ എടുക്കാം എന്നുള്ള ധാരണയാണ് ഞാൻ അങ്ങനെ വെക്കാറ്. എന്നെപ്പോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. മീനൊക്കെ ഫ്രീസറിൽ വെച്ച് അവിടുത്തെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് സെറ്റാക്കി വെച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് അടുപ്പത്ത് വെച്ച് അത് വെന്തെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ബാക്കി ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാറാണ് ഞാൻ പതിവ്. അതവിടെ കിടന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് വേഗം തന്നെ കറി ഉണ്ടാക്കണം. അപ്പോൾ മീനായിട്ട് ഏട്ടാണ് കിട്ടിയത്. നിങ്ങളവിടേക്ക് എങ്ങനെയാണ് വെക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടെ മുളിയാറാണ് വെക്കുക, മുളകിടുക എന്നൊക്കെ പറയും. തേങ്ങ അരച്ച് വെക്കാമെന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നതോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വേഗം തന്നെ മുളകിടാനുള്ള പരിപാടിയിലേക്ക് കിടന്ന് അതിൻ്റെ പൊന്നു എണ്ണീച്ച് പിന്നെ എണ്ണീച്ച്. നമ്മളെപ്പോലുള്ളവർക്ക് പെട്ടെന്ന് പണി കഴിയണമെന്ന് വെച്ചാൽ ഒട്ടും കഴിയാത്തൊരു സംഭവമാണ് പെട്ടെന്ന് പണി ചെയ്യാന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്ക് ഈ മുളയാറുണ്ടാക്കാൻ അത്ര അറിയൊന്നുമില്ല. വെള്ളം പോലെ ആവാറാണ് പതിവ്. തേങ്ങ അരക്കാൻ പിന്നെ അറ്റ്ലീസ്റ്റ് അറിയാം, പക്ഷേ മുളയാറ് ഒട്ടും നന്നാവാറില്ല. അങ്ങനെ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ട ഒരാളാണ് ഞാൻ. ഇപ്പം മാഷാ അല്ലാഹ് ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കറി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ എന്നോട് വന്ന് കണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വരാറാണ് പതിവ്. പഠിച്ചവൻ്റെ ഓരോ കളികളെ. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നു. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത്. അതിൻ്റെ ഇടയിൽ പൊന്നൊക്കെ എണ്ണീച്ച് ഞാൻ എന്താക്കി കറി അടുപ്പത്ത് വെച്ച് ആ തിളച്ച് ഞാൻ മീനൊക്കെ ഇട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുകയാണ്. ഞാൻ വറവിടൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ മുകളിൽ തൂക്കി കൊടുത്ത് നമ്മൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഗ്യാസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 3 കഷ്ണം മീൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പൊരിക്കാൻ. അത് കായം തേച്ച് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പൊന്നിതാ വന്ന് നിൽക്കുന്നു. അപ്പോൾ കുറച്ചധികം തന്നെ തിരുമ്പാനുള്ളത് കൊണ്ട് തന്നെ
ഞാൻ ആ പരിപാടിയിലേക്ക് കടന്ന് ഇത് കണ്ടിട്ട് നിങ്ങളാരും നെട്ടരുത്. ഒരു ഭാഗത്ത് തിരുമ്പിയത് ഒരു ഭാഗത്ത് മടക്കാനുള്ളൊരു മല പോലെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ മടക്കാത്ത ഒരാളാണെന്ന്. ഒറ്റല്ല, ഞാൻ മടക്കും. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ മടക്കുന്ന സമയത്ത് മക്കളുണ്ടാകുമ്പോൾ അവർ തട്ടി പിന്നെ അത് കുളക്കും. കൂട്ടി കൂട്ടി വെച്ച ഒരു മല പോലെ ആയിട്ടുണ്ട് എനിക്ക് മടക്കാനുള്ളത്. മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് ചിക്കിയിടാനൊരു ഓപ്ഷൻ ഇല്ല. ചില സമയത്ത് വെയിൽ, ചില സമയത്ത് മഴ എന്നുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് ആറിടാൻ തീരെ താല്പര്യമില്ല. പെട്ടെന്ന് മഴ പെയ്താൽ ഞാൻ ഓടി എടുക്കാൻ എനിക്കുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് ഞാൻ അകത്ത് ആറിടുന്നു. ഇതാത്ത ഒരുപാടുണ്ട് തിരുമ്പിയത്. ഇവർ ഈ ഡ്രസ്സ് ഇടുന്നുണ്ടോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ തിരുമ്പാനാണെങ്കിലും ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.